എല്ലാ കൈരളി പ്രേക്ഷകർക്കും കൈരളിയുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം അമേരിക്കൻ കഫേയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളൊക്കെ കുറേ കാലത്തെ മുൻപേ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതൊരു കാർഷിക രംഗത്ത് കൂടുതൽ വിപ്ലവങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പേർ മുതലാളിമാരായിട്ടുണ്ടായിരുന്നു, കുറേ പേർ തൊഴിലാളികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു ദിവസം ഒരു മുതലാളിക്ക് തോന്നി അയാൾക്ക് എത്രയായിട്ടും രാത്രിയിൽ ഉറക്കം കിട്ടണില്ല. അയാൾ താഴെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോൾ തോന്നി, ദൈവമേ, അയാൾ എത്ര സുന്ദരമായിട്ട് ഉറങ്ങുന്നു, യാതൊരു ടെൻഷനുമില്ല, ഒരു പ്രശ്നവുമില്ല, ദിവസവും വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു. ഇത് തന്നെ അയാളുടെ പ്രോസസ്സ്. അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊക്കെ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും യാതൊരു കംപ്ലൈൻസും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാശുള്ള പണക്കാരനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ദിവസവും എങ്ങനെയാണ് കൂടുതൽ പണം ഉണ്ടാക്കേണ്ടത് എന്ന ടെൻഷനായിരുന്നു. മാത്രമല്ല, ഈ പണമെല്ലാം വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുമ്പോൾ ഇതിനെ ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചിട്ട് പോവോ എന്നുള്ള ടെൻഷനും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അയാൾക്ക് ഉറക്കവും സമാധാനവും ഒക്കെ ഇല്ലാതിരുന്നത്. എന്തായാലും അയാൾ ഒരു ദിവസം ഒരു വിദ്യ കണ്ടുപിടിച്ചു. കുറച്ച് പൈസ എടുത്ത് ഒരു പണക്കിഴിയാക്കി ഈ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, കുറച്ച് ദിവസത്തേക്കിന് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാവപ്പെട്ട മനുഷ്യനല്ലേ, അയാളത് എഗ്രി ചെയ്തു. പക്ഷേ ഈ പണക്കിഴി വീട്ടിലെത്തിയ ദിവസം തൊട്ട് പാവപ്പെട്ട ആൾക്ക് ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഒരു വലിയ സംഭവമാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാരെങ്കിലും മോഷ്ടിച്ചിട്ട് പോവോ, മോഷ്ടിക്കാൻ വരുന്ന ആരെങ്കിലും തന്നെയോ ഫാമിലിയോ ഉപദ്രവിക്കുക എന്നൊക്കെയുള്ള ടെൻഷനിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു നല്ല ചിന്ത വന്നു. അയാൾ പണക്കിഴി കൊണ്ട് തൻ്റെ യജമാനന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സാറിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇതിനേക്കാൾ വലുത് എനിക്ക് നല്ല ഉറക്കവും സമാധാനമായിട്ടുള്ള ജീവിതവുമാണെന്ന്. എന്തായാലും കഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. തനിക്കുള്ള ഒരുപാട് കാശ് മറ്റുള്ളവർക്കൊക്കെ നൽകി അയാൾ സമാധാനത്തോടെ ജീവിച്ചു എന്നും അറിയില്ല. ബട്ട് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ജീവിതത്തിലെ കുറേയധികം പ്രശ്നങ്ങൾ നാം തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്നൊരു ചെറിയ ചിന്തയോടുകൂടി ആ പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറി നിന്ന് റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് ചിരിക്കുവാനുള്ള ഒരുപിടി നല്ല ഗാനങ്ങളും കുറച്ച് നല്ല ലെറ്റേഴ്സും കുറച്ച് ഫോൺ കോൾസുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. യെസ്, ഒപ്പം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനമായിരുന്നു അത്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ചിത്രം, പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം. കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു കോമ്പിനേഷനിൽ ഒരു ചിത്രം വരുമ്പോൾ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അതിലെ ഗാനരംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും അല്ലേ. അടുത്ത ലെറ്ററിലേക്ക്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലെറ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഹായ് ഓൾ, നവരാത്രി വിഷസ്. ഇത് അയച്ചിരിക്കുന്നത് അനഘ സുബാറാമാണ്. ഹൗസ് നവരാത്രി പ്രിപ്പറേഷൻസ് ഓൺ ട്രിവാൻഡ്രം. നവരാത്രി പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണെങ്കിൽ കുറേ ബൊമ്മക്കൊല്ലികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെള്ളിക്കുതിരയൊക്കെ പോണതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം മൊത്തത്തിൽ നഗരത്തിൻ്റെ ഒരു ഭാഗം, ഒരു സ്ഥലം ഇങ്ങനെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ദൂരെ നിന്നുള്ളവരൊക്കെ, തിരുവനന്തപുരത്തേക്ക് ബന്ധുക്കളൊക്കെ ഉള്ളവരൊക്കെ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് മാത്രമല്ല, ഈ വർഷം ഇപ്പം ഓണം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അതിന് മുൻപ് തന്നെ അടുത്തൊരു ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു സമയമാണ്. മൈ aunt's home is in Trivandrum and I've lot of memories of visiting Padmanabhaswamy temple, Vellikudira, Bommakolu and Saraswati Mandapam there. ഞാനൊന്ന് ഇത്തിരി സ്പീഡിൽ വായിക്കാൻ നോക്കിയതാണ്, കുറച്ച് വലിയ ലെറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. But what I enjoyed most was the crowd, the whole devotees praying for all good. Everyone will be wearing traditional clothes, beautiful jewelry and malipu. We'll be getting up by 4 in the morning, have an elaborate oil bath and rush to the temple and stay in the queue for hours some days. After that, we would be too hungry, so instead of rushing home, we would eat masala dosha from the restaurants nearby. One day, my brother Anandu had 5 masala doshas and I still remember we were not having enough money to pay them and had to say sorry but paid on the next day. Please play a song for my brother Anandu, my aunts, my uncles, my parents and my grandparents. With loads of love, Anagha Subharam from New Jersey. അനഘ പറയുന്നത് പോലെ നമ്മളുടെ ഈ എന്താ പറയുക, വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത കാലത്ത് ഉള്ള ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു എന്താ പറയുക വാംത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എസ്പെഷ്യലി വീട്ടിലെന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും എല്ലാവരും ഒത്തുചേരുന്നത്. മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ വളരെ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരൊക്കെ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യും, കുറച്ച് സമയം എടുത്തൊന്ന് സുന്ദരനോ സുന്ദരിയൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ, നാടിന് മൊത്തത്തിലൊരു ഭംഗി വരുന്നതായിട്ട് തോന്നും. അപ്പോൾ അതേ ഫീലുള്ള ഒരു സോങ് ആണ് നമ്മൾ നെക്സ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സോങ് ആണ് ഇത്. ഒരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോഴുള്ള ഒരു പാട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് മൂവിയിലെ ഏത് സോങ് ആണെന്ന്. അതേ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു നല്ല സോങ് ആണ് വരാൻ പോകുന്നത്. ഏവരും എൻജോയ് ചെയ്യുക. അതിനുശേഷം തിരിച്ചെത്തുക നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. യെസ്, നമ്മുടെ സെക്കൻഡ് ലെറ്ററിലേക്ക് ഞാൻ വേഗം കിടക്കാണ്. അപ്പം എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ്, ഇതാണ് നമ്മുടെ ഫോൺ നമ്പർ. എല്ലാവരും കൂടുതൽ ഫോണിലേക്ക് വിളിക്കുക. ഇനിയിപ്പോൾ കിട്ടിയില്ല, കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. മേ ബി നമ്മളൊരു ലെറ്റർ വായിക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സോങ് കാണായിരിക്കും. പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. Dear Kairali TV, love you lots. Nowadays, when my mother, who is with me, tell us to tune to Kairali, I tease her telling that how many times I got her Chevi Kirka for watching my favorite shows. I came to US in the year 2009. I'm working as a staff nurse here. And my husband Hanish and kids Diya and Deksha. Bracket എഴുതിയിട്ടുണ്ട് അവർ കിഡ്സ് ആണ്. അവരുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. Beautiful kids. Okay. Have started this school now. My Amma Chandrama is with me right now. Now it's her 65th birthday on 5th of October. Please pray for her good health and happiness. Love, Malavika Menon. മാളവികയെ പോലെ അമ്മയ്ക്ക് നല്ല എന്താ പറയുക സ്നേഹപൂർവ്വമുള്ള ബർത്ത്ഡേ പിറന്നാൾ ആശംസകൾ നമ്മൾ നൽകിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേനും പിറന്നാൾ എന്ന് പറയുമ്പോഴത്തേനും അതിലൊരു സദ്യ ഉണ്ടാവും, ഒരു പായസം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഉറ്റവരായിട്ടുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പിറന്നാൾ ആഘോഷങ്ങൾക്കൊക്കെ വേറൊരു രൂപവും ഭാവവും ഒക്കെ കൈവന്നിരിക്കുന്ന സമയമാണിത്. അപ്പോൾ എന്ത് തന്നെയായാലും അതിപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇതല്ല സദ്യ കൊണ്ടിട്ടാണെങ്കിലും എന്തായാലും നല്ല ഭക്ഷണം പിറന്നാളിൻ്റെ അന്ന് കഴിക്കാമെന്ന് പറയുന്നതാണ് ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സാധാരണ ദിവസത്തേക്കാൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തിരി കൂടുതൽ മധുരം, ഇത്തിരി കൂടുതൽ ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമുക്ക് വളരെ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നത് ഈ വർഷം അങ്ങോട്ട് ഗംഭീരമാക്കാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസ് എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഓരോ പിറന്നാളെന്ന് പറയുന്നത് പലർക്കും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എത്രമാത്രം ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു, എത്രമാത്രം നല്ല കാര്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നത്, ആരോടൊക്കെ പിണങ്ങി ആരോടൊക്കെ മിണ്ടി ഇനിയും ആരെയൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ. എന്തായാലും 65 ഇയേഴ്സ് വരെ വളരെ ഹാപ്പി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആൻറ്റിക്ക് എല്ലാവിധ വിഷസും നൽകുകയാണ്. മാത്രമല്ല ഇനിയും ഈ പിറന്നാളിന് ശേഷമുള്ള ദിവസങ്ങളും ഇനിയും വളരെ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടും അതുപോലെ നല്ല ആഘോഷമാക്കിയിട്ടും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇഷ്ടമുള്ള ഒരു നല്ല ഗാനം. നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നതാണ് അല്ലെ ജീവിതത്തിൽ ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് സോങ്ങിൽ കണ്ട പോലെ നമ്മുടെ സ്കൂളിലൊക്കെയുള്ള സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. മേ ബി നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ, എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ നമ്മളുടെ ഈ കൂട്ടുകാരെ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ ഏത് കൂട്ടുകാർക്കിടയിലും ചില സമയങ്ങളിലൊക്കെ ചില ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ 2 കൂട്ടുകാരുണ്ടായിരുന്നു പണ്ട്. ഇവിടെയല്ല, ഒരു കാട്ടിൽ ഒരു ആമയും ഒരു മുയലും. പറയാൻ വരുന്നത് പഴയ ഒരു ഈസോപ്പ് സ്റ്റോറിയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും അല്ലേ ഇത്. സംഭവിച്ചത് എന്താ നമുക്കറിയാം, ആമയും മുയലും തമ്മിലൊരു ഭയങ്കര തർക്കം നടന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ 2 പേർക്കും കൂടെ സമ്മതമായിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ടു. അതായത് ആമയും മുയലും തമ്മിലൊരു റേസ് വെക്കാം. ഈ റേസിൽ ആര് വിജയിക്കുന്നോ അയാൾ എന്തായാലും മറ്റേ ആൾ പറയുന്നത് എഗ്രി ചെയ്ത് കൊടുക്കാം. ഇതാണ് ആ ഒരു കഥയുടെ ഫസ്റ്റ് ഭാഗം. അപ്പോൾ ഇവർ 2 പേരും റേസിന് പോകും. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആമ വളരെ പതുക്കെ പിറകെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ റാബിറ്റ് പുറകെ നോക്കി കഴിഞ്ഞപ്പോൾ ആമയെ കണ്ടു കഴിഞ്ഞപ്പം അതിനൊരു പുച്ഛം, ഇത്രയും പതുക്കെ വന്നാൽ എങ്ങനെയാണ് ഇതിൽ വിജയിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റാബിറ്റ് കുറച്ചു നേരം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിയെന്നും ഇത് കണ്ടിട്ടും വളരെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയ ആമ ഏറ്റവും ഒടുവിൽ റേസിൽ വിജയിച്ചു എന്നുമാണ് ഈ കഥയുടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഷൻ. പക്ഷെ ഇതിന് ശേഷവും ഇവരുടെ കഥയ്ക്ക്
അവസാനം ഉണ്ടായില്ല. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുയൽ ആമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ അബദ്ധത്തിൽ ക്ഷീണം കൊണ്ട് ഒന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ നിനക്ക് ജയിക്കാൻ പറ്റിയത്. അതായത് എനിക്ക് തലേദിവസം ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഒരു റേസും കൂടെ വെക്കണം, ഇത്തവണ സെയിം റൂട്ടിൽ തന്നെ പോവാം, നമുക്ക് റേസ് നടത്തി നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഒരു തവണ ആമ ജയിച്ചല്ലോ. അപ്പോൾ ആമയ്ക്ക് സന്തോഷമായി, ഇത്തവണയും എന്തായാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇവർ റേസ് ചെയ്തപ്പോൾ പഴയതുപോലെയല്ല, മുയലിന് കുറച്ചുകൂടെയൊക്കെ ബുദ്ധി വന്നിരുന്നു. അപ്പോൾ മുയൽ വളരെ ഫാസ്റ്റായിട്ട് ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് മാത്രമല്ല, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതും മറ്റുള്ളവർക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചു. അപ്പോൾ ഈ 2 റേസും കൂടെ കഴിഞ്ഞതിന് ശേഷം ആമയ്ക്ക് കുറച്ചൊരു ഈഗോ പ്രോബ്ലമായി. എന്താ ഇനി ചെയ്യുക, രണ്ടാമത്തെ റേസിൽ തോറ്റുപോയല്ലോ. ആദ്യത്തേതിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ആമ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആമയാണ്, സാധാരണ മുയലിനെ പോലെ വളരെ ഫാസ്റ്റായിട്ട് ഓടിയില്ലെങ്കിലും മിടുക്കനാണ് എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു അടി വന്നത്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആമ ഒരു പ്ലാൻ ചെയ്തു, തേർഡ് മറ്റൊരു റേസ് വെക്കാമെന്ന്. അപ്പോൾ ആ റേസ് എന്താണെന്ന് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ ഒരു സോങ്ങിന് ശേഷം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കൊരു നല്ല സോങ് എൻജോയ് ചെയ്യാനുണ്ട്, അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. എന്ത് രസമുള്ളൊരു മ്യൂസിക്കാണല്ലേ, കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടി ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. എന്തായാലും ഓമന പെണ്ണിനും ഓമന ചെക്കനും കൂടി ഇനി നല്ലൊരു ഓമന ബ്രേക്കാണ്. അതിനുശേഷം തിരിച്ചെത്തണം അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആമയുടെയും മുയലിൻ്റെയും കഥയാണ്. സാധാരണ കഥയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ, 2 മത്സരങ്ങൾ കഴിഞ്ഞിരുന്നു. 3ാമത്തെ മത്സരത്തിന് വേണ്ടി ആ നഗരമല്ല കേട്ടോ, ആ കാട് മൊത്തം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആമ മുയലിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, 2 തവണയും നമ്മൾ ഒരേ വഴിയിലൂടെയല്ലേ പോയത്, അതിലൊരു പ്രത്യേകതയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾക്ക് ഇത്തവണ ഒരു ഡിഫറെൻറ്റ് വഴി തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. മുയൽ പറഞ്ഞു, വാട്ട് പ്രോബ്ലം, നോ പ്രോബ്ലം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും അയാൾക്ക് ജയിക്കാൻ പോവാന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുയൽ പറഞ്ഞു, ഏത് വഴിയാണെങ്കിലും കുഴപ്പമില്ല, ഇത്തവണയും റേസ് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടത്തണം, രാവിലെ തന്നെ റേസ് നടത്താം എന്ന് പറഞ്ഞു. അതേ ശരി, ആമ അതിന് സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ മുയൽ അവിടെ ഇരുന്നിട്ട് ആലോചിച്ചു, ഏൻ വഴി തനി വഴി എന്നൊക്കെ ആലോചിച്ച് മുയൽ വളരെ ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, തിരിഞ്ഞു നോക്കി എന്നത്തെയും പോലെ ആമ ഇഴഞ്ഞ് വരികയാണ്. അപ്പോൾ മുയൽ വീണ്ടും വളരെ ശക്തിയോടെ വളരെ ആരോഗ്യത്തോടെ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ ദൂരം കൂടെ മുന്നോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മുന്നിൽ ആ ഒരു കാഴ്ച കണ്ടത്. എന്താണെന്ന് നോക്കിയാൽ മുന്നിലൊരു വലിയ തടാകം, ചെറിയ തടാകമല്ല കേട്ടോ, വലിയ തടാകം. ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങേ അറ്റത്താണ്. അതായത് ഈ തടാകം കഴിഞ്ഞിട്ട് ചെന്ന് വേണം ഫിനിഷിംഗ് പോയിന്റ്. മുയൽ ആലോചിച്ചു, ഒരു രക്ഷയില്ല ഇത് കടക്കാന്ന് പറഞ്ഞു. മുയലിന് നീന്താൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴിങ്ങനെ മുയലാകെ ആലോചിച്ച് അന്താളിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഈ തടാകം ഇങ്ങനെ ക്രോസ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടൊക്കെ പോവാനാണെങ്കിൽ കുറേ അധികം സമയമെടുക്കും, എന്തായാലും അത് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുയൽ നല്ല കുതിരയെ പോലെ നല്ല ഫാസ്റ്റായിട്ട് ഓടാൻ തുടങ്ങി. എന്നിട്ട് തടാകം എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്ത് വരാൻ നോക്കുന്ന സമയത്ത് ടേർട്ടിൽ മിടുക്കനായിട്ട് നീന്തി തടാകം കടന്ന് ആദ്യം ഫിനിഷിംഗ് പോയിന്റിലെത്തി. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ അത്തവണ 3ാമത്തെ മത്സരത്തിൽ ജയിച്ചത് നമ്മുടെ ആമക്കുട്ടിയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ കോർ കോമ്പിറ്റൻസീസ് ഉണ്ടാവും, അതായത് അവരുടെ മാത്രമായിട്ടുള്ള ചില സ്പെഷ്യൽ കഴിവുകൾ ഉണ്ടാകും. അപ്പോൾ ചില സിറ്റുവേഷനിൽ അതായിരിക്കും പ്രാധാന്യം. സ്ലോ ആൻഡ് സ്റ്റഡി ആദ്യം ജയിക്കും, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ രണ്ടാമത് ജയിക്കും, പക്ഷേ പിന്നീട് ജയിക്കുന്നത് കോർ കോമ്പിറ്റൻസി ആയിരിക്കും. അപ്പോൾ ഈ 3 മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാട്ടിലുള്ള ബാക്കിയുള്ള ജീവികളുണ്ടല്ലോ, കിളികൾ, മാനുകൾ, പക്ഷികൾ, ഇങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അവർ പറഞ്ഞു, ഈ 3ാമത്തെ കളിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, എന്തായാലും ആമ പതുക്കെ നടക്കുള്ളൂ എന്നും മുയൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു 4ാമത്തെ മത്സരം കൂടെ വേണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പ് വേണമല്ലോ ആരാ ജയിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവർ 2 പേരും അതിന് എഗ്രി ചെയ്തു. പക്ഷേ ഈ 3 മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ, ആമയും മുയലും നല്ല കൂട്ടുകാരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പരസ്പരമുള്ള കുറ്റങ്ങൾ എന്താ,
കുറവുകൾ എന്താ, ആർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് ആമയ്ക്കും മുയലിനും കൃത്യമായിട്ട് അറിയാം. കുറേ കാലമായില്ലേ അവർ പരസ്പരം കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ കൂട്ടുകാരായപ്പോൾ ഇവർ പറഞ്ഞു, എന്തായാലും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കാണാൻ, നമ്മൾ ഓടുന്നതും മത്സരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്ര പേരാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പരസ്പരം മത്സരിക്കേണ്ട കാര്യമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾക്ക് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണ് അത് പ്രശ്നം ഉണ്ടാവും അല്ലേ, ഒത്തു കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവും. പക്ഷെ കാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർ പതുക്കെ ഈ പറയുന്നത് പോലെ മെല്ലെ മെല്ലെ ഓടി ഓടി തടാകത്തിൻ്റെ അടുത്തെത്തി. തടാകത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആമ മുയലിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ എൻ്റെ ചുമലിലേറ്റാം. അങ്ങനെ മുയൽ ആമയുടെ മുതുകത്ത് കയറിയിരുന്നു. ആമ മെല്ലെ 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 നീന്തി തടാകം കടന്നെത്തി. പക്ഷെ വീണ്ടുമുണ്ട് കുറേ ദൂരം കൂടി ഓടാൻ. അപ്പോൾ മുയൽ ആമയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും നീ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തല്ലേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ മുതുകത്തേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള ദൂരം ഭൂമിയിലൂടെ, അതായത് വെറും നിലത്തുകൂടിയുള്ളൊരു ദൂരം മുയൽ ആമയെ തൻ്റെ തോളിലേറ്റി, വെള്ളത്തിലൂടെയുള്ള ദൂരം ആമ മുയലിനെ തൻ്റെ തോളിലേറ്റി സഞ്ചരിച്ചതുകൊണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത്, ഫാസ്റ്റ് ആൻഡ് റിലയബിളും അല്ല, സ്ലോ ആൻഡ് സ്റ്റഡിയുമല്ല, കോർ കോമ്പിറ്റൻസീസുമല്ല, നമ്മളുടെയൊക്കെ ടീം വർക്കാണ് പല കാര്യങ്ങളും വിജയിപ്പിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷണൽ ലീഡർഷിപ്പാണ് പല കാര്യങ്ങളിലും നമ്മളുടെ വിജയം എന്താ, പരാജയം എന്താ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഒരിടത്തും നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളൊക്കെ ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ലെന്നൊക്കെ കരുതി അവരെയും കൂടെ നമ്മളുടെ കൂട്ടത്തിൽ ജെല്ല് ചെയ്യിച്ച് നമ്മൾ വളരെ സക്സസ്ഫുള്ളി ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ടീം വർക്കിൻ്റെ അനിവാര്യത എന്താണെന്ന് നമ്മുടെ പഴയ ആമയും മുയലും പുതിയ വേർഷനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തായാലും ആ കഥയ്ക്ക് അങ്ങനെ നല്ലൊരു ശുഭമായിട്ടുള്ളൊരു പര്യവസാനമുണ്ട്. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് നല്ലൊരു സോങ് ആണ്. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ കാണുക, കേൾക്കുക, ആസ്വദിക്കുക, അതിനുശേഷം തിരിച്ചെത്തുക. മഹേഷിന്റെ പ്രതികാരത്തിലെ സോങ് ആയിരുന്നു അത്. എല്ലാവർക്കും ഒരുപാട് തവണ കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം. ആൻഡ് സോ മച്ച് ഓഫ് ഓണം ഗ്രീറ്റിംഗ്സ് ഫ്രം ഓൾ ഓഫ് അസ്, ഇറ്റ്സ് ഓവർവെൽമിങ്. ലെറ്റർ അയച്ചിരിക്കുന്നത് ഹേമാജീവനാണ്. ഓണമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തത് നവരാത്രിയുടെ എന്താ പറയുക തിരക്കുകളും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ പല ദിവസങ്ങളിലും ഈ വീക്കെൻഡ്സിലൊക്കെ ഓണം ആഘോഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഓണത്തിൻ്റെ ഒരു എന്താ പറയുക ഫീലിംഗ് അങ്ങ് മാറിയിട്ടില്ല അല്ലേ. At home, we never used to enjoy Onam without friends. It had so much of colors. At our place in Kannur, we celebrate Onam and all other celebrations in a very unique way. When the whole Kerala boasts about a sadhya, which will be having a load of vegetarian curries and payasams, we will be having chicken, fish and mutton specialties for Onam. We have biryanis, fries and curries in chicken, mutton and fish. We are proud to announce that we are the best in non-vegetarian cuisine. Disagree ചെയ്യുന്നില്ല കേട്ടോ, കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ എസ്പെഷ്യലി ബിരിയാണികൾ പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ ക്വിസീനൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മേ ബി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പാഷൻ കൂടി നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. ഇത് ഒരാൾക്ക് വിളമ്പി തരുമ്പോൾ അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം ഇതൊക്കെ കൊണ്ടായിരിക്കാം പലപ്പോഴും ആ നാട്ടിലുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നതും. എന്തായാലും ബിരിയാണി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ കൂടുതലും ആലോചിക്കുന്ന ആ വശത്തേക്ക് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അത് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലം. How much do we miss our place? We had our own stories and anecdotes that could bring goosebumps even now. So many of them. Haven't you heard the Vadakkan Veeragathas? We have pretty much different versions of it right now. But can you please play a song on some of the romantic stories? ലവ് ഹേമജീവൻ. ഹേമയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങളും നാട്ടിലുള്ള സംഭവങ്ങളും കഥകളും തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ ഓർമ്മ. അതുകൊണ്ടാണ് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഈ കേരളത്തിൽ ഇപ്പം തെക്കൻ ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ വടക്കൻ ജില്ലകളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടുത്തെ ഫുഡായാലും അവിടുത്തെ ജീവിത രീതിയായാലും കുറേയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാൻ കുറേ യാത്രകൾ നല്ലതാണ്. സ്പെസിഫിക്കലി
ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കേരളവുമല്ല കർണാടകവുമല്ല തമിഴ്നാടുമല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മാത്രമല്ല ചില ആഘോഷങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാമെന്നുള്ളതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ ജീവിതമൊക്കെ ഒന്നേ ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയായാലും മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ജില്ലയിൽ മാത്രം നിന്ന് വട്ടം കറങ്ങാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും എൻജോയ് ചെയ്യുകയും മനസ്സിലാക്കുകയും നമ്മുടെ കൾച്ചറിനോട് കൂടുതൽ സ്നേഹത്തോടെയും കൂടുതൽ ബഹുമാനത്തോടെയും കൂടെ നോക്കിക്കാണാൻ പറ്റുകയും ചെയ്യുന്നതാണ് ഒരു വലിയ കാര്യം. അപ്പോൾ അതിനുള്ള സമയം ഇനിയെങ്കിലും എല്ലാവരും കുറച്ച് ലൈഫിൽ നിന്ന് കുറച്ചൊരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഹേമ പറഞ്ഞതുപോലെ ഹേമയ്ക്കും ഹേമയുടെ ഫ്രണ്ട്സിനും പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ക്യൂസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഹേമയുടെ ഫാമിലിയിലുള്ളവർക്കും കസിൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴേ ആദ്യം അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി തേങ്ങാപ്പീരിടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് സോങ്സും ലെറ്റേഴ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴും ഒരു കുട്ടി ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ കുട്ടി ബ്രേക്കിൻ്റെ സമയം എത്തിയിരിക്കുകയാണ്. അടുത്ത 20 സെക്കൻഡ്സിൽ ഇഷ്ടമുള്ള പോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഒന്നുകൂടി ഉഷാറായിട്ട് വന്നിരിക്കും. നെക്സ്റ്റ് കുറച്ച് ലെറ്റേഴ്സും ഫോൺ കോൾസും ഒക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട് അസിഡ് ഹോംസ് അമേരിക്കൻ കഫേ. Hello American Cafe, hope life is sweet and kind on you. It is. Thanks Ale. We are still in the last few golden hours of Sunday. Our chicken is getting roasted and we all are watching our favorite show, American Cafe. Thank you. We have 3 kids, Ahana Faiz, Asmi and Aisha Faiz. They are in 8th, 5th and 3rd grades respectively. They have great interest in music and dance. We were planning to play the Super Mappala Part on your shows sometime. എനിക്ക് ചിന്തിക്കാൻ പറ്റൂ കേട്ടോ, 3 പെൺകുട്ടികളും കൂടി നിന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മാപ്പിളപ്പാട്ട്, നല്ല ബീറ്റിലോ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് പാടുന്നതിൻ്റെ ഫീലിംഗ് എന്തായിരിക്കും എന്ന്. നമ്മുടെ കൈരളിയിലും ഈ പറയുന്നത് പോലെ മാപ്പിളപ്പാട്ടുകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മേ ബി അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ ഒരു ഡീറ്റെയിൽ ലെറ്റർ അയച്ചത്. With us we have our hope that we will get the phone connection next week. Our Umma and Uppa are with us and they are the best friends of our kids and they were telling us to call you this time also. Thanks for joining our family time on every Sunday. Love, Smita Faiz and Faiz Muhammad, Texas. 2 പേർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഉപ്പയും ഉമ്മയും കുട്ടികളും ഒക്കെ കൂടെ വീട്ടിലുണ്ടെങ്കിൽ എന്താ പറയുക, 7 പേരുണ്ടെങ്കിലുള്ള ബഹളമൊക്കെ ഊഹിക്കാൻ പറ്റും അല്ലേ. നിങ്ങളുടെ ഡിന്നർ ടൈം ആയിരിക്കും മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിന്നർ ടൈം ദ. അതായത് എല്ലാവരും തമ്മിൽ സംസാരിച്ചും കണ്ടും ഇരുന്നും വിശേഷങ്ങളൊക്കെ പറഞ്ഞും ഒരു വലിയ ഫാമിലി തരുന്നൊരു ഫീലിംഗ് എന്തായാലും കുഞ്ഞു കുഞ്ഞു ഫാമിലീസിന് പെട്ടെന്നൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഡിന്നറൊക്കെ റെഡി ആയിട്ട് വരണുണ്ടെന്നറിയാം. അപ്പോൾ അതിനിടയിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ലെറ്റർ അയച്ചതിന് താങ്ക്സ്. അപ്പോൾ അതിനൊരു സ്നേഹപൂർവ്വം ഒരു കൗണ്ടർ ടോക്കണായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. യെസ്, അങ്ങനെ ആ ഒരു സോങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾക്ക് കൺക്ലൂഷൻ്റെ സമയമായി. ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് കേട്ടോ. ഒരു ദിവസം ഒരു അമ്മയും മോളും കൂടെ ഷോപ്പിങ്ങിന് പോവായിരുന്നു. ഷോപ്പിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ മോൾക്ക് വളരെ ആഗ്രഹം കുറച്ച് ആപ്പിൾസ് മേടിക്കണമെന്ന്. അവിടെ 3 ആപ്പിളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരത് മേടിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു. മകളെ ഡിന്നർ ടേബിളിൽ ഈ 3 ആപ്പിളും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, മോളോടൊന്ന് ചോദിക്കണം, 1 ആപ്പിൾ അമ്മയ്ക്ക് തരുമോ എന്ന്. അപ്പോൾ അമ്മ വളരെ സ്നേഹത്തോടെ മകളോട് ചോദിച്ചു, എനിക്കൊരു ആപ്പിൾ തരുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ മോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു ആപ്പിൾ എടുത്ത് കടിച്ചു നോക്കി, 2ാമത്തെ ആപ്പിളും കടിച്ചു നോക്കി, 3ാമത്തെ ആപ്പിളും കടിച്ചു നോക്കിയിട്ട് ആദ്യത്തെ ആപ്പിൾ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മ മകളോട് ചോദിച്ചു, എന്ത് പണിയാണ് നീ കാണിക്കുന്നത്? നീ എല്ലാം കടിച്ച ആപ്പിളിൻ്റെ ബാക്കിയാണോ നീ എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഞാൻ കടിച്ചത് ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും മധുരമുള്ള ആപ്പിൾ എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ആദ്യത്തെ ആപ്പിളാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് അമ്മയ്ക്ക് ഞാൻ ആ ആപ്പിൾ തന്നത്. നമ്മളുടെ ജീവിതത്തിൽ ചില പെർസെപ്ഷൻ്റെ പ്രശ്നങ്ങളാണ് അല്ലേ. ചില കാര്യങ്ങൾ ചിലർ നമ്മളോട് ചെയ്യുന്നത് ചിലപ്പോൾ സ്നേഹം കൊണ്ടല്ല എന്നൊക്കെ ചില സമയത്തെങ്കിലും നമുക്കൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, അവർ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, ഒരുപാട് കെയർ ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മുടെ അരികിൽ നിന്ന് മാറാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കാലം തെളിയിച്ചു തരും. കാലത്തിന് തെളിയിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ടാവും. എന്തായാലും ഈ ആഴ്ച മധുരതരമായ കുറേ നിമിഷങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യാത്രാമൊഴി നേരുകയാണ് ആൻ എന്ന ഞാൻ.